നമസ്കാരം. എല്ലാവർക്കും ആനന്ദ് സായി പട്ടാഴി എന്ന യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്നതും ഒരു മനോഹരമായ ഒരു ഓണപ്പാട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. വാണി ജയറാം പാടിയ തിരുവോണ പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി എന്ന വളരെ മനോഹരമായ ഒരു ഓണപ്പാട്ടിന്റെ തബല നോട്ട്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ ഓണപ്പാട്ടുകൾ മുൻപും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം കാണുക. അതുപോലെ നമ്മുടെ മറ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാം കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റൊരു ലെവലിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. നമുക്ക് ഈ പാട്ടിന്റെ നോട്ട്സ് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ വായിക്കുന്നത് ഒരു ഘട്ട ശ്രുതിയുടെ തബലയ്ക്കാണ് ഞാനിപ്പോൾ ഇവിടെ വായിക്കുന്നത്. ഈ സോങ് ഒറിജിനലായിട്ട് പാടിയിരിക്കുന്നത് വാണിയമ്മയാണ് ഒറിജിനലായിട്ട് പാടിയിരിക്കുന്നത്. എന്നാൽ ഈ പാട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ KS ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു KS ചിത്ര ചേച്ചി പാടിയ ആ ഒരു സോങ്ങിന്റെ രീതിയിലുള്ള തബല നോട്ട്സ് ആണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ സോങ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില വ്യത്യാസം ഈ നോട്ടിന് ഉണ്ടാവും. പക്ഷെ KS ചിത്ര ചേച്ചി പാടിയ പാട്ടിന്റെ ലിങ്ക് ഞാൻ ഈ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു പാട്ട് കേട്ടിട്ട് വേണം ഈ ഒരു നോട്ട്സിലേക്ക് പോകാൻ. KS ചിത്ര ചേച്ചി പാടിയ ആ പാട്ടിലെ നോട്ട്സ് ആണ് ഞാൻ ഇതിനകത്ത് ഈ ഒരു ക്ലാസ്സിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും വായിക്കാൻ പറ്റണം. ഒരു ഓണഗാനമാണ്. അപ്പം ഓണത്തിന് വായിക്കാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു ഗാനമായതുകൊണ്ട് എല്ലാവർക്കും ഒരു പഠിക്കുന്ന ഒരു ബിഗിനറിന് തന്നെ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ നോട്ട്സ് എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ KS ചിത്ര ചേച്ചി പാടിയ ആ പാട്ട് കൂടി കേൾക്കേണ്ടതാണ്. കേട്ടിട്ട് ഈ നോട്ട്സ് പഠിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന നോട്ട്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒറിജിനൽ സോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ ചില വ്യത്യാസങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ് ഒറിജിനൽ പാട്ട് നോക്കുമ്പോൾ. അപ്പം ഈ ഒരു നോട്ട്സ് ഞാൻ ആ ഒരു പാട്ടിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതും കൂടി കേൾക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഈ പാട്ടിന്റെ നോട്ട്സ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാം ആ ഒരു ഹമ്മിങ് ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം തിരുവോണ പുലരിതൻ എന്ന ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നോട്ട് വായിക്കാനുള്ളത്. ആദ്യത്തെ ലൈൻ തിരുവോണ പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ എന്ന ലൈനാണ് വരുന്നത്. അവിടെ തിരുവോണ എന്ന് കഴിയുമ്പോൾ നമുക്ക് ആദ്യം എന്ന ഒരു നോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ധിന്നന തിട്ട് ധ ധിന്നന തിട്ട് ധ എന്ന നോട്ടാണ് അവിടെ വായിക്കുന്നത്. അപ്പൊ ആദ്യം ഖാലിയാണ് ഡഗ്ഗ വായിച്ചതിന് ശേഷം ധിന്നന ദിട്ട് ധ ധിന്നന ദിട്ട് ധ ധിൻ നന ദിട്ട് ധ തിരുവോണ എന്ന നോട്ടാണ് നമുക്ക് ആ ഫസ്റ്റ് സ്റ്റാൻസയിൽ വായിക്കാനുള്ളത്. അതിനുശേഷം വരുന്നത് BGM ആണ്. BGM നോട്ട് എന്ന് പറയുന്നത് തിട്ട് ധാത്ത തിട്ട് ധാത ദിട്ട് താത്ത തിട്ട് ധാത ദിട്ട് താത്ത തിട്ട് ധാത ദിട്ട് താത്ത എന്ന നോട്ട് വായിച്ചതിന് ശേഷം ഒരു തിഹായി ആയിട്ട് തിരികിടുത 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 എന്ന നോട്ടാണ് നമുക്ക് ആ തിഹായി ആയിട്ട് വായിക്കേണ്ടത്. അപ്പം എന്ന് വായിച്ചാണ് അവിടെ നിർത്തുന്നത്. അതിനുശേഷം സെക്കൻഡ് സ്റ്റാൻസയാണ് അവിടെ വായിക്കേണ്ടത്.
സെക്കൻഡ് സ്റ്റാൻസ് ലൈൻ എന്ന് പറയുന്നത് ഉത്രാടം പൂക്കും നിൻ എന്ന ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വായിക്കേണ്ട നോട്ട് എന്ന് പറയുന്നത് ആദ്യം ഉത്രാടം എന്ന് കഴിയുമ്പോൾ നമുക്ക് വായിക്കേണ്ടത് തിട്ടുന്ന തിരികിടുന്നക്ക് തിരികിട്, തിട്ടുന്ന തിരികിട്ടുന്നക്ക് തിരികിട്ട്, തിട്ടുന്ന തിരികിട്ടുന്നക്ക് തിരികിട്, തിട്ടുന്ന തിരികിട്ടുന്നക്ക് തിരികിട്ട്, തിട്ടുന്ന തിരികിട്ടുന്നക്ക് തിരികിട്ട്. അത് വായിച്ചതിന് ശേഷം തിട്ടിത്താത്ത തിട്ടിദ്ധാത എന്ന് നമ്മൾ നേരത്തെ മുകളിൽ പഠിച്ച അതേ നോട്ട് തന്നെയാണ് ഇവിടെ വായിക്കേണ്ടത്. തിട്ടിത്താത്ത തിട്ടിദ്ധാത തിട്ടിത്താത്ത തിട്ടിദ്ധാത എന്ന അതേ നോട്ടിൽ അതേ സ്പീഡിൽ തന്നെ വായിക്കുക. അതിനുശേഷം ഇത്തിരി പൊന്നുരുക്കി എന്ന ലൈനിന്റെ എൻഡിൽ നമുക്ക് വേറെ നോട്ടാണ് വായിക്കാനുള്ളത്. ആ ഇത്തിരി പൊന്നുരുക്കി എന്ന ലൈനിന്റെ എൻഡിൽ തിട്ടുന്ന തിരികിടുന്നക തിരികിട് വായിച്ചതിന് ശേഷം വേറെ നോട്ട് വായിക്കണം. അപ്പൊ അവിടെ വായിക്കേണ്ടത് തിട്ടുന്ന തിരികിടുന്നക തിരികിട്. നമ്മൾ നേരത്തെ പഠിച്ച അതേ നോട്ട് തന്നെയാണ് ആ ഇത്തിരി പൊന്നുരുക്കി എന്നുള്ള എൻഡിലും തിട്ടുന്ന തിരികിടുന്നക തിരികിട് വായിച്ചതിന് ശേഷം അടുത്തത് പിന്നെ അടുത്ത ലൈൻ നമുക്ക് വായിക്കേണ്ട നോട്ട് ധദിൻ ദിൻ അതിൻ ദിൻ അതിൻ ദിൻ ധദിൻ ദിൻ ധദിൻ ദിൻ അതിൻ ദിൻ അതിൻ ദിൻ ധദിൻ ദിൻ ധദിൻ ദിൻ ധദിൻ ദിൻ അതിൻ ദിൻ അതിൻ ദിൻ ധദിൻ ദിൻ ധദിൻ ദിൻ അതിൻ ദിൻ ദിൻ ധദിൻ ദിൻ. എന്ന നോട്ടാണ് നമുക്ക് അവിടെ വായിക്കേണ്ടത്. ധദിൻ ദിൻ അതിൻ ദിൻ അതിൻ ദിൻ ധദിൻ ദിൻ ധ. എന്ന നോട്ടാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് വായിക്കേണ്ടത്. അത് അതേ സ്പീഡിൽ തന്നെ വായിക്കുക. അവസാനം തിഹായി ആയിട്ട് തിട്ട് ധത്തി തഥ തിട്ട് ധ എന്ന തിഹായി വായിച്ച് നമുക്ക് അവസാനം എൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ സെക്കൻഡ് സ്റ്റാൻസ അവിടെ എൻഡ് ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം. സെക്കൻഡ് സ്റ്റാൻസ ഉത്രാടം പൂക്കും എന്ന ലൈനിൽ തിട്ടുന്ന തിരികിടുന്നക തിരികിട് വായിച്ചതിന് ശേഷം തിട്ടിത്താത്ത തിട്ടിദ്ധാത തിട്ടിത്താത്ത തിട്ടിദ്ധാത എന്ന നോട്ട് വായിച്ചതിന് ശേഷം ഇത്തിരി പൊന്നുരുകി എന്നുള്ള അതിന്റെ എൻഡിൽ വരുമ്പോൾ അത് രണ്ടോട്ടാണ് ഇത്തിരി പൊന്നുരുകി വരുന്നത്. അതിന്റെ രണ്ടാമത്തെ എൻഡിൽ തിട്ടുന്ന തിരികിടുന്നക തിരികിട് ധാദിൻ ദിൻ അതിൻ ദിൻ അതിൻ ദിൻ ധാദിൻ ദിൻ എന്ന നോട്ട് വായിച്ചതിന് ശേഷം തിട്ട് ധാതി തഥാ തിട്ട് ധ. അത് ആ പാട്ട് ആ സെക്കൻഡ് സ്റ്റാൻസ് ആ ലൈൻ ഏറ്റവും അവസാനത്തെ ലൈൻ എൻഡ് ചെയ്യുന്നതിന് മുന്നെയാണ് ഈ തിഹായി വായിക്കേണ്ടത്. അത് അവിടെ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാം. തിട്ടുധാതി ദധാ തിട്ടുധ എന്ന തിഹായിയാണ് അവിടെ വായിക്കേണ്ടത്. ഇത്രയും വായിച്ചുകൊണ്ട് നമുക്ക് ആ സെക്കൻഡ് സ്റ്റാൻസ എൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വായിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഒന്നും കൂടെ ഫസ്റ്റ് സ്റ്റാൻസ വായിക്കുന്നു. ഫസ്റ്റ് സ്റ്റാൻസ വായിച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും അവസാനവും നമ്മൾ നേരത്തെ പഠിച്ച തിട്ടുധാതി ദധാ തിട്ടുധ എന്ന തിഹായി വായിച്ചാണ് ഏറ്റവും അവസാനവും നിർത്തുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു പാട്ട് എൻഡ് ചെയ്യാൻ സാധിക്കും. ഇത്രയുമുള്ള ഇതിന്റെ നോട്ട്സ് എന്ന് പറയുന്നത് ആ ഒറിജിനൽ പാട്ടിന്റെ തബല നോട്ട്സിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വായിക്കാൻ സാധിക്കും. ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിഗിനറിന് പോലും പെട്ടെന്ന് വായിക്കാൻ പറ്റും എന്നതാണ് ഈ നോട്ടിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാവരും എഴുതിയെടുക്കുക. ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തബലയിൽ വായിക്കാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു ഓണപ്പാട്ടാണ് ഈ ഗാനം എന്ന് പറയുന്നത്. എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. താങ്ക് യു.